നിർവ്യാജ വിശ്വാസം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു. ഇത് ആത്മരക്ഷയ്ക്ക് കാരണമായ ഒരാൾ കർത്താവിലേക്ക് അടുത്ത് വരുമ്പോൾ ക്രിസ്തുവേശുവിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന ആ വിശ്വസിക്കുമാറുള്ള ആ വിശ്വാസം അല്ല. ഈ വിശ്വാസത്തെക്കുറിച്ച് 9 കൃപാവരങ്ങൾക്കുള്ളിൽ കൊരിന്ത്യലേഖനം 12:9 കാണുന്ന 9 കൃപാവരങ്ങൾക്ക് അകത്തുള്ള ഒരു കൃപാവരമാണ് വിശ്വാസം. ആ വിശ്വാസം എന്നുള്ളത് പ്രകാശനം ലഭിക്കുന്നതിന് ഒത്തവണ്ണമാണ് എന്ന് അതിൻ്റെ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ പരിശുദ്ധാത്മാവ് പകുത്തു കൊടുക്കുന്നതാണ്. എന്നിട്ട് ആ കൃപാവരം താഴോട്ട് വായിക്കുമ്പോൾ നിന്നിൽ ഉള്ളതുകൊണ്ട്, നിജപുത്രനായ തീമോത്തിയോസിലുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു പൗലോസ് പറയുന്നുണ്ട്. ആ വിശ്വാസം നിൻ്റെ വല്യമ്മ ലോവീസിലുണ്ടായിരുന്നു, നിൻ്റെ അമ്മ യൂനിക്കയിലുണ്ടായിരുന്നു. യൂനിക്കയിൽ നിന്ന്, ലോവീസിൽ നിന്ന് യൂനിക്കയിലേക്കും യൂനിക്കയിൽ നിന്ന് തീമോത്തിയോസിലേക്കും അങ്ങനെ വന്നതൊന്നുമല്ല പൗലോസ് പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. അതിലൊക്കെ ഉണ്ടായിരുന്നു. കൃപാവരങ്ങൾ ഒരാളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നത് അല്ല. പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാണ് അത് പകുത്തു കൊടുക്കുന്നത്. തെളിവ് ഉപദേശി ഇങ്ങനെ പറയാൻ തെളിവ് ഏതാ എന്ന് ചോദിച്ചാൽ കൊരിന്ത്യലേഖനം 12-ാം അധ്യായം ഒന്നെടുത്താട്ടെ. മറ്റൊരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടുന്നതല്ല എന്നുള്ളതിൻ്റെ തെളിവ് വാക്യം തരാം, എല്ലാം വാക്യം തരാം, ഒന്നും നമ്മൾ കൈ നിടുന്നേയില്ല. എടുത്തോ. അതിൻ്റെ 11-ാം വാക്യം വായിച്ചു. 12:11. പകുത്തു കൊടുക്കുന്ന സഭാ പാസ്റ്റർ എന്നല്ല, പകുത്തു കൊടുക്കുന്ന സെൻട്രൽ പാസ്റ്റർ എന്നല്ല, പകുത്തു കൊടുക്കുന്ന വരുത്തൻ പ്രവാചകനൊന്നുമല്ല എഴുതിയേക്കുന്നത്. പകുത്തു കൊടുക്കുന്നത് ആരാണ്? ആത്മാവ് ആർക്ക് പകുത്തു കൊടുക്കുന്നു? നേരിട്ട് പകുത്തു കൊടുക്കുന്നു. ഒന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ കൃപാവരം എവിടുന്ന് കിട്ടുന്നതാ? ആത്മസ്നാനം പ്രാപിച്ച അമ്മയുടെ അരികിൽ കുറച്ചു കാലം മോളെ പിടിച്ചിരുത്തിയപ്പോൾ മോക്ക് അമ്മയിൽ നിന്ന് അമ്മ അന്യഭാഷ പറഞ്ഞ് കുഴഞ്ഞു. അപ്പോൾ മോക്ക് പിന്നെ കിട്ടിയത് അല്ല. അതൊക്കെ ഭൂതമാണ് ഇങ്ങനെ കയറുന്നത്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നേരിട്ട് എന്ത് ചെയ്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ടൊന്ന് വിശുദ്ധ കരങ്ങൾ ഉയർത്തി പറയാം, എന്നിലുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് നേരിട്ട് പകുത്ത് എനിക്ക് നൽകിയതാണ്. സ്തോത്രം. പകുത്തു കൊടുക്കുന്ന ആത്മാവത്രേ. അതുകൊണ്ട് ദൈവാത്മാവ് നേരിട്ട് നമുക്ക് നൽകിയതാണ്. നമുക്ക് ഡയറക്റ്റ് നേരിട്ടുള്ളതേ ഉള്ളൂ. പെന്തക്കോസ്തും പാരമ്പര്യവാദവും എന്ന് പറയുന്നൊരു വലിയ പ്രശ്നം ഇന്ന് കയറിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയിലെ പിതാക്കന്മാർ ആ വിഷയത്തെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നതാണ്. ഒരു പാരമ്പര്യ സഭയല്ല നമ്മുടെ സഭ, പാരമ്പര്യ സഭയല്ല. സ്തോത്രം. നമുക്കങ്ങനെ സഭാപിതാക്കന്മാരില്ല. ഇതൊരു പാരമ്പര്യ സഭയല്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കാര്യം മനസ്സിലാകാൻ അല്പം നിർത്തി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത് കൃപാവരങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിശ്വാസമാണ്. അപ്പം നമ്മൾ കൃപാവരം എന്ന് കേൾക്കുമ്പോൾ പ്രവചനത്തെ വരവായിട്ട് നമ്മൾ അംഗീകരിക്കാറുണ്ട്. വ്യാഖ്യാന വരവാണ്. 9 കൃപാവരങ്ങളിൽ പലതും നമുക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം ഏതാണ്? പ്രവചനം. അത് വാഞ്ചിക്കണം, പ്രാപിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗും പറഞ്ഞതുപോലെ ഇനി നിറവേറിയില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം എന്ന് ഞാൻ ഏതൊരു മീറ്റിംഗിൽ പറഞ്ഞു. നമ്മുടെ നിലമ്പൂർ അച്ഛൻ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. അപ്പം പ്രവചനം കേൾക്കണം, കാത്തിരിക്കണം. പ്രവചനം മാത്രമല്ല കൃപാവരം. ഈ 9 കൃപാവരങ്ങളും സഭയ്ക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇനി താഴോട്ട് വായിച്ചേ. നമ്മുടെ തീമോത്തിയോസ് ലേഖനത്തിലെ വാക്യം വായിച്ചു, എന്നാലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. വായിച്ചു.
ഇനി അവിടെയുള്ള കുത്തും കോമയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മലയാളം ബൈബിളിൽ കൊടുത്തേക്കുന്നത് വളരെ അർത്ഥമുള്ളതാണ്. ആ വിശ്വാസം ഏത്? ഈ കൃപാപരമായ വിശ്വാസം ലോവീസ് അമ്മച്ചിയിലുണ്ടായിരുന്നു. യുനിക്ക ആന്റിയിലുണ്ടായിരുന്നു. അടുത്തത് നിന്നിലുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് നോക്കണേ, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം. അപ്പോ ഈ കൃപാവരം വന്നത് ഞാൻ നിനക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്? നിനക്കിത് പകുത്തു കൊടുത്തത്. അല്ലാതെ ഈ കൃപാവരം എന്നിലുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ വിരലിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ നിന്റെ തല ഉച്ചി കൂടെ കീഴ്പോട്ട് ഇറങ്ങിയതല്ല. ഞാൻ വിശ്വാസത്തോടെ നിനക്ക് എന്ത് ചെയ്തു? എൻ്റെ ബലഹീനമായ കരം വെച്ച് പ്രാർത്ഥിച്ചു. അന്നേരം പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിന് അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാം. പത്രോസ് വന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു, ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട്. കൈ എവിടെ വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതും വ്യവസ്ഥയുണ്ട്. സ്തോത്രം. അത് വേറെ വിഷയമാണ്, പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ചിന്തിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. ഇനി കൈവച്ചു പ്രാർത്ഥിച്ചു. കൈവച്ചപ്പോൾ എന്നിലുള്ള എൻ്റെ കൈവെപ്പിനാൽ ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ കൃപാവരം ആരുടെയാണ്? എൻ്റെ അല്ല, ദൈവത്തിൻ്റെ കൃപാവരം. അപ്പൊ ഇതെന്ത് ചെയ്യണം? അപ്പൊ ഈ കൃപാവരം എന്താണ്? മോളിൽ നിന്ന് വായിച്ചു വന്നു കഴിയുമ്പം പ്രവചനമല്ല. ഈ കൃപാവരം എന്താണ്? വിശ്വാസം. നന്നായി വായിക്കുന്നുണ്ട് ബൈബിള് പലരും. സ്തോത്രം. ഈ കൃപാവരം എന്താണ്? പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട്. ഏതുകൊണ്ട്? മോളിലുള്ളത് കൊണ്ട്. ഇത് ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയതൊന്നുമല്ല. കൊല്ലം കുറയായി നമ്മൾ ചുമ്മിക്കൊണ്ട് കിടക്കുന്ന ബൈബിളിൽ നിന്നാണ് ഇതെല്ലാം എടുത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള. അപ്പൊ ഈ കൃപാവരം എവിടെ ഉണ്ട്? ഈ വരം നിന്നിൽ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൂട്ടായ്മയിലിരുന്ന് ദൈവം നേരിട്ട് തൻ്റെ ആത്മാവ് പകുത്തു നൽകിയത് ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലുണ്ട്. ആ കൃപാവരം എന്നിലുണ്ടെന്ന് എത്ര പേർക്ക് പറയാനുള്ള ഉറപ്പുണ്ട്? എന്നിലുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ജ്വലനത്തിനൊക്കെ ചില കുറവുണ്ടാകും. ഇന്നലെ കത്തിച്ച അടുപ്പിൻ്റെ ഉള്ളിൽ പണ്ട് തീക്ക് ദാരിദ്ര്യമുള്ള കാലം. ഇപ്പൊ പിന്നെ ഇങ്ങനെ തീ എന്താന്നുള്ളത് നമ്മുടെ മക്കൾക്ക് അറിയത്തു പോലില്ല. അത് തിരിക്കുമ്പോൾ കത്തുന്നതെന്നാണ് അവർ പറയുന്നത്. തിരിക്കുമ്പോൾ കത്തുന്നത് പുതിയ തലമുറയ്ക്ക് അറിയാവും. പണ്ടൊക്കെ ഒരു തീ പിടിപ്പിക്കണ എന്നാ പാടാലോച്ചാ. പണ്ട് കാട്ടിലൊക്കെ തീ പിടിപ്പിക്കണമെങ്കിൽ 2 കല്ല് തമ്മിൽ ഉരച്ച്, മരത്തേൽ ഉരച്ച് ഒക്കെ തീ പിടിപ്പിക്കാൻ പണ്ട് തീ ചോദിച്ച് അടുത്ത വീട്ടിൽ പോയ ഒരു കാലമുണ്ട്. 100 കൊല്ലം മുമ്പ് കേരളത്തിന് ഉണ്ടെന്ന് നമ്മുടെ അമ്മമാരൊക്കെ തീ ചോദിച്ച് അടുത്ത വീട്ടിൽ പോയിട്ടുണ്ട്. ഓർമ്മയുള്ള അമ്മമാർ അതാ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതാ കര ഉയർത്തുന്നുണ്ട്. അപ്പോൾ തീ അത് അപ്പോ ചാരം മാറ്റി കഴിയുമ്പോൾ ഇന്നലെ കത്തിച്ച കനല് അതിൻ്റെ ഉള്ളിൽ കാണും. ആ തീയെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കനൽ തീയെ കിട്ടിക്കഴിഞ്ഞാൽ, തീ പണ്ട് കോരുന്ന ചാരം കോരുന്ന ഒരു തവി ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങ് മറന്നുപോയി. കറോന്ന് എത്ര വലിച്ചതാ അടുപ്പില് ഇല്ലേ രാവിലെ നമ്മള്. അപ്പോൾ ആ കനല് കൈ കിട്ടിയാൽ അത് രാവിലെ കൈകാര്യം ചെയ്യുന്ന അമ്മ കെടാതെ അതിൻ്റെ അരികിലോട്ട് വെക്കേണ്ട ചൂട്ടും
വെക്കണ്ട, വല്ല കട്ടിയുള്ളതൊന്നല്ല വെക്കുന്നത്. ഇപ്പം ചകിരി, അമ്മമാർ പറയും തൊണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഇത് കൊണ്ടുവരുന്നതൊക്കെ അങ്ങനെയാ. അതിൻ്റെ ഉള്ളിൽ ചകിരിയും ഓലക്കാലൊക്കെ ചേർത്തി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അതിനെ വളരെ അതിൻ്റെ ചുറ്റും ഇതൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. വെച്ചേച്ച് സ്തോത്രം ആത്മശക്തിയോടെ ഊതൊന്നുമല്ല, മെല്ലെ ഒരു ഊത്തും കൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കെടാനുള്ള ഊതലല്ല, വിളക്കൂതുന്ന പോലുള്ള ഊതലല്ല, മുഴു ശ്വാസവും വായിലോട്ടെടുത്ത് ഒറ്റ ഊതലല്ല, മെല്ലെ ഒരു ഊത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് മെല്ലെ ആ തീ അങ്ങോട്ട് പിടിച്ചു തുടങ്ങും. ആ പ്രഭാതത്തിൽ ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ജ്വലിപ്പിക്കൽ. നിന്നിലുള്ള വിശ്വാസത്തെ ജ്വലിപ്പിക്കണം തിമത്തിയോസേ, ജ്വലിപ്പിക്കണം. അത് ജ്വലിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അത് ജ്വലിച്ച് നിന്നിൽ നിൽക്കുമ്പോൾ, നിന്നിൽ വിശ്വാസം ജ്വലിച്ചു നിൽക്കുമ്പോൾ, ആ ജ്വലിച്ച വിശ്വാസത്തോടെ നീ ചിലത് പറയുമ്പോൾ, ആ ജ്വലിച്ച വിശ്വാസത്തോടെ നീ ചിലത് ചെയ്യുമ്പോൾ, ആ ജ്വലിച്ച വിശ്വാസത്തോടെ അവൻ സ്തോത്രം അവൻ എൻ്റെ വേലയുടെ മുഖത്ത് നീ നിൽക്കുമ്പോൾ, അവൻ ആ ജ്വലിച്ച വിശ്വാസത്തോടുകൂടെ സഭയ്ക്കകത്ത് നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അവൻ ആ വിശ്വാസത്തിൽ വലിയ ചില പ്രവർത്തികൾ, അസാധാരണമായ ചില പ്രവർത്തികൾ, ബുദ്ധിക്കപ്പുറമായ ചില പ്രവർത്തികൾ, ശാസ്ത്രത്തിനപ്പുറമായ ചില പ്രവർത്തികൾ, യുക്തിയുടെ പ്രമാണത്തിനപ്പുറമായ ചില പ്രവർത്തികൾ, അത് ജ്വലിക്കണം. അതിന്റെ ചുറ്റും ചാരം കിടന്നാൽ, വെണ്ണീർ കിടന്നാൽ, ചാരം കിടന്നാൽ എൻ്റെ അച്ഛാ അത് ജ്വലിക്കുവോ? ഇല്ല. സ്തോത്രം. അതിൻ്റെ ചുറ്റും കിടക്കുന്ന ചാരങ്ങളെ നീ മാറ്റണം. അതിൻ്റെ മുകളിലിരിക്കുന്ന കരിന്തിരിയെ നീ തട്ടിക്കളയണം. ഡ്രിം ചെയ്യണം. അതിൻ്റെ ചുറ്റുമുള്ള ചാരങ്ങളെ നീക്കണം. ഒന്ന് ഉള്ളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കനൽ അവശേഷിച്ചതുപോലെ നിന്നിൽ അവശേഷിച്ച് നിൽക്കുന്ന കൃപകളെ അതിനെ കണ്ടെത്ത്, അതിനെ ഭദ്രമായി എടുക്കവിടെ നിന്ന് അതിന്റെ അരികിൽ അതിനെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിനെ നിർവീര്യമാക്കുന്ന ചാരങ്ങളെ മാറ്റ. എന്നിട്ട് അവിടെ ചേർത്ത് വെക്കേണ്ട ചിലത് വിശ്വാസത്തോട് കൂടെ എന്തു ചേർക്കണം? വചനം പഠിപ്പിക്കുന്നു വീര്യം. പറഞ്ഞാട്ടെ, വീര്യം. പണ്ട് തമിരടിച്ച് കുഴിയടിച്ച് എൻ്റെ വെടിമരുന്ന് ഇട്ട് പൊട്ടിക്കുന്ന രീതിയായിരുന്നു. പിന്നെ ജാക്കിയമറക്ക് ഈ അടുത്തിടയ്ക്കല്ലേ വന്ന്. പണ്ട് ഒരാൾ അവിടെ ഇങ്ങനെ ശമ്പളം പടഞ്ഞിരിക്കും, കമ്പിയുടെ മണ്ടയ്ക്ക് ഒരാൾ അടിക്കും, ഒരാൾ വെള്ളം ഒഴിച്ച് കൊടുക്കും, പിടിക്കും, ഇല്ലേ? കണ്ടിട്ടില്ല? സ്തോത്രം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ പാറ പൊട്ടിക്കുന്ന അങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ അങ്ങനെ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ തിരി കയറ്റുമ്പോൾ വെടിമരുന്നിൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പും കൂടെ കയറ്റും. അതെന്തിനാണെന്നറിയാമോ? അതിൻ്റെ വീര്യത്തെ വർദ്ധിപ്പിക്കാൻ. കുറെ കൂടെ ചീളുകൾ, വലിയ കല്ലുകളായി മാത്രം പൊട്ടത്തില്ല, ചീളായിട്ട് പൊട്ടും. അതിൻ്റെ പവർ കൂട്ടും. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടെ വീര്യം. ഈ വചനം അപ്പൊ കൃപാവരത്തെ എന്ത് ചെയ്യണം? എന്നെ നീ കെടുത്തരുത്. അപ്പോ തിമത്തിയോസേ, അതിന് നിന്റെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കൃപാവരമാണ്, ദൈവത്തിന്റെ സ്തോത്രം കൃപയാണത്, നിന്നിൽ ഉള്ളതാണ്. അത് നിന്നിൽ ഉള്ളത് സ്തോത്രം നിന്റെ ഉള്ളിൽ ഇരുന്ന് അത് വെറുതെ ഇരുന്നാൽ അത് നിർജീവമായിക്കൊണ്ടിരിക്കുകയാണ്, അത് കെട്ടോണ്ടിരിക്കുകയാണ്. അത് അണയാതെ സൂക്ഷിക്കേണ്ട ഡ്യൂട്ടി. ഇത് തന്നത് കൃപയാലാണ്. എന്നാൽ
നിനക്കത് കിട്ടിയതും കൃപയാലാണ്. നീ 1 രൂപ മുടക്കിയതല്ല. നിന്റെ അമ്മ യഹൂദ സ്ത്രീയാണ്, നിന്റെ അപ്പന് യവനനാണ്. ആരുടെ? തിമോത്തിയോസിന്റെ. നമ്മൾ വാക്യസഹിതം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ എടുത്തിരുന്നു വാക്യം. സ്തോത്രം. എന്നാൽ ഇതൊക്കെ ശരിയാണ്. നിന്നിലുള്ള ഇത്, ഈ കൃപാവരം നിന്റെ ഉള്ളിൽ ഇങ്ങനെ ചലനരഹിതമായി ഇങ്ങനെ ഇരുന്നാൽ അത് നിർജീവമാകും. എന്നാൽ അത് നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. സ്തോത്രം. സമാഗമന കൂടാരത്തിലേക്ക് ധൂപപീഠത്തിൽ പുക പൊക്കുന്ന തീ സപ്തശാഖിയായ തങ്ക കവരവിളക്കിൻ്റെ തങ്കനാളങ്ങൾക്കകത്ത് ജ്വലിക്കുന്ന പ്രകാശം നൽകേണ്ടതിന് ശോഭിക്കുന്ന തീ യാഗപീഠത്തിലെ ദഹിക്കേണ്ടുന്ന വസ്തുക്കളെ ദഹിപ്പിക്കുന്ന തീ. 3 പ്രക്രിയകളല്ലേ അവിടെ തീ ചെയ്യുന്നത്? ശ്രദ്ധിച്ചേ. 1 ആരാധനയിൽ, 2 പ്രാർത്ഥനയ്ക്ക് നിഴലായ, 3 പരിശുദ്ധാത്മാവുള്ള ജ്വലനത്തിന് നിഴലായി തങ്കക്കവരവിളക്ക്. ഇതിന് സമാഗമനം കൂടാതെ ടേബിൾനാക്കിൾ എന്നെങ്കിലും നമുക്കൊരു ക്ലാസ് എടുക്കാം. എനിക്കിഷ്ടമുള്ള വിഷയമാണത്. അതിനെല്ലാം പുതിയ നിയമത്തിൽ അതിൻ്റെ നിഴലും പൊരുളുമുണ്ട്. അപ്പോൾ ഈ തീ എവിടുന്ന് വന്നാന്നറിയാവോ? എവിടുന്ന് വന്നാ? യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ മോശ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ, എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നതാ. അപ്പൊ കാഹളം കേൾക്കുമ്പം അടുത്ത സ്ഥലത്തേക്ക് കൂടാരം മാറ്റിയടിക്കണം അല്ലേ? ഷെക്കന മേഘം പൊങ്ങുമ്പോൾ കാഹളം മുഴങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അന്നേരം ഈ ലേവി കുഞ്ഞുങ്ങളുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, ലേവിയുടെ പിള്ളേരുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ യാഗപീഠം കുറ്റി കൊളുത്ത് എല്ലാം എടുത്താലും ഒരു കാര്യം ചെയ്യണം. കലശത്തിൽ ഈ തീ, ബാക്കി യാഗപീഠം എടുക്കുന്നതും കവരവിളക്കെടുക്കുന്നതും ഇനി അതിൻ്റെ തിരിയെടുക്കുന്നതും താമ്ര യാഗപീഠത്തിൽ തണ്ട് ചെലുത്തുന്നതും ഒക്കെ തണ്ട് ചെലുത്തി അങ്ങോട്ട് നീങ്ങിയാൽ മതി. എന്നാൽ തീയുടെ ഇൻചാർജുള്ള ആൾക്ക് അയ്യോ വരുന്ന വഴിക്ക് കെട്ടുപോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് കലശത്തിലെടുക്കും. തീ എടുക്കാൻ മറന്നു, അതും പറ്റത്തില്ല. സ്തോത്രം. തീ എടുക്കാനുള്ള ചാർജുള്ളവൻ, തീ എടുക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവൻ, തീ എടുക്കേണ്ട ഡ്യൂട്ടി ഉള്ളവൻ, തീ എടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നവൻ, ആ തീ എടുക്കുകയും വേണം. അത് അണയാതെ അടുത്ത സ്ഥലത്ത് എത്തിച്ച് ജ്വലിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം അവനുണ്ട്. അത് കെട്ടുപോയെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് വേണം പ്രാർത്ഥന ഉണ്ടാകേണ്ടത്, പ്രാർത്ഥനയ്ക്ക് നിഴൽ. അതിൽ നിന്ന് വേണം പ്രകാശം ഉണ്ടാകേണ്ടത്, അതിൽ നിന്ന് വേണം ആരാധന ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ കലശത്തിലിരിക്കുന്ന തീ കലശത്തിൽ എടുത്തുകൊണ്ട് അവൻ മുൻപോട്ട് പോകുന്നവനോട് ചോദിക്കാം, ഇത് എന്താണ്? അവൻ പറയും, ഇത് തീയാണ്. ഇത് ഏത് തീയാണ്? ഇത് സ്വർഗത്തിൽ ഇറങ്ങി വന്ന സാക്ഷാൽ ഒറിജിനൽ തീയാണ്. അവൻ നിന്റെ ഡ്യൂട്ടി എന്താണ്? ഈ തീ അവൻ അണയാതെ അടുത്ത സ്ഥലത്ത് ശകനമേഘം ഇറങ്ങിയിരിക്കുന്ന, അവൻ ഇറങ്ങുന്നിടം വരെ അണയാതെ കൊണ്ടുപോകുന്ന ഡ്യൂട്ടി. ദൈവത്തിന്റെ തീയെ കാക്കാൻ, ദൈവം ഫലമേൽപ്പിച്ച കൃപകളെ കാക്കാൻ, ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന അവൻ കൃപാവരങ്ങളെ അവൻ ജ്വലിപ്പിക്കാൻ. പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗത്തിനൊത്തവണ്ണം, പ്രേരണയ്ക്കൊത്തവണ്ണം പ്രാർത്ഥനാ മുറിയിൽ കയറി ജ്വലിപ്പിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിലോ നിമിഷങ്ങളിലോ പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്ന സമയങ്ങളിൽ അത് ജ്വലിപ്പിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള ചില ആത്മപൂർണർ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്, സഭയ്ക്ക് ആവശ്യമാണ്, ദൈവരാജ്യത്തിന് ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ത്യൻ സഭയ്ക്ക് ആവശ്യമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാം.
പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം, നിന്നിൽ ഞാൻ കാക്കാൻ തന്ന എന്റെ തീ എവിടെ? 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 അവൻ സ്വത്രം അത് ഇന്ന് അതിനെ എടുത്തുകൊള്ളുക. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത്, നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർക്ക് അവൻ സ്തോത്രം ലഭിക്കാതിരുന്നിട്ടും നിനക്ക് നിന്നെ തിരഞ്ഞെടുത്ത് നിന്നിൽ ഫലമേൽപ്പിച്ചത്. എന്നിട്ട് അതേ അധ്യായത്തിൽ തന്നെ തിമോഥെയോസിനോട് വീണ്ടും പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വസ്തനെന്ന് എണ്ണി ഭരമേൽപ്പിച്ച ശുശ്രൂഷ. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം എന്ത് ചെയ്തു? സ്തോത്രം, വിശ്വസ്തനെന്ന് അങ്ങോട്ട് കേറി എണ്ണി, എന്നിട്ട് നിന്നെ ഭരമേൽപ്പിച്ചു. ആ ഭരമേൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തത തെളിയിക്കേണ്ട ഉത്തരവാദിത്തം തിമോഥെയോസേ നിന്നിലാണ്. നിന്നിലാണ്, നിന്നിലാണ്. സ്തോത്രം, നിന്നിലുള്ള കൃപാവരം അണയാതെ നീ സൂക്ഷിച്ചെങ്കിൽ, അവൻ അതിനെ ജ്വലിപ്പിക്കുന്നെങ്കിൽ ആ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അത് കെടാതെ നോക്കാനുള്ള ദൗത്യം എനിക്കുണ്ട് എന്ന് എത്ര പേർക്ക് അകത്ത് ബോധ്യമുണ്ട്? എത്ര പേർക്ക് അകത്ത് വാഞ്ചയുണ്ട്? ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വെച്ച് എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? കർത്താവേ, അങ്ങ് ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്, അങ്ങ് ഏൽപ്പിച്ച ചില കൃപകളുണ്ട്, അങ്ങ് ഏൽപ്പിച്ച ഒരു തീയുണ്ട്. തീ കാക്കണ്ട, തീ അണയാതെ സൂക്ഷിക്കാൻ കലശത്തിൽ അവൻ സൂക്ഷിച്ചുകൊണ്ട് അടുത്തിടത്തേക്ക് പോകുന്നവനെ പോലെ, തീ വഹിച്ചോണ്ട് പോകുന്നവനെ പോലെ, അവൻ തീ കലശത്തിന്റെ ഉത്തരവാദിത്വമുള്ളവനെ പോലെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ച തീയുണ്ട്. അത് അണയാതെ നോക്കാൻ, അണയാതെ സൂക്ഷിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കെടുന്നുവെന്ന് തോന്നുന്നിടത്തെല്ലാം അതിന് ജ്വലനം കൊടുത്തോണ്ടേയിരിക്കും. തീ കലശവുമായി പോകുന്നവന് ഇടയ്ക്കിടയ്ക്ക് തീക്കകത്തൊരു നോട്ടമുണ്ട്. എടുത്തോണ്ട് ഒറ്റ പോക്കല്ല, അതിന്റെ ജ്വലനം കുറയുന്നിടത്തെല്ലാം അത് പൂരിപ്പിച്ചോണ്ടേയിരിക്കും, ജ്വലിപ്പിച്ചോണ്ടേയിരിക്കും, ജ്വലിപ്പിച്ചോണ്ടേയിരിക്കും, ജ്വലിപ്പിച്ചോണ്ടേയിരിക്കും. അങ്ങനെ ഈ തീ തുടരുകയാണ്. അത് കാലങ്ങൾ മുൻപോട്ട് അവരെ കൊണ്ടുപോയി. ആ തീയിൽ നിന്നുള്ള ആരാധന, ആ തീയിൽ നിന്നുള്ള പ്രാർത്ഥന, ആ തീ കണക്റ്റായിട്ടുള്ള ജ്വലനം, അവൻ അത് മരുഭൂമിയിൽ അവരെ ജയോത്സകരമായി നടത്തിയ അവൻ നടത്തിപ്പിനത് കാരണമായിട്ടുണ്ട്.